പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മലയാള മനോരമ ദിനപത്രത്തിൻ്റെ ഉൾപേജിൽ വന്ന ഒരു വാർത്ത. ആ വാർത്തയുടെ തലവാചകം ഇതാണ്: ലാവലിൻ കേസിൽ നിയമയുദ്ധം നടത്തുന്ന കസ്തൂരി രംഗ അയ്യർ അന്തരിച്ചു. അതാണ് ആ വാർത്ത. തിരുവനന്തപുരത്തുള്ള വാർത്ത ഇങ്ങനെയാണ് പറയുന്നത്: KCB റിട്ടയർഡ് ചീഫ് എഞ്ചിനീയർ കരമന നാഗമയ്യ സ്ട്രീറ്റിൽ കസ്തൂരി രംഗ അയ്യർ 82 അന്തരിച്ചു. വിവാദ ലാവലിൻ കരാറിൽ KCB ഏർപ്പെട്ട സമയത്ത് ജനറേഷൻ വിഭാഗത്തിൻ്റെ നിർണായക ചുമതല വഹിച്ചിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിയായിരുന്ന ലാവലിൻ കേസിലെ പ്രതിപ്പട്ടികയിൽ ഉണ്ടായിരുന്ന അദ്ദേഹം അതിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ നിയമയുദ്ധം നടത്തി വരികയായിരുന്നു. സംസ്കാരം ഇന്ന്. CBI കോടതിയും കേരള ഹൈക്കോടതിയും മുമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നു. ഭാര്യ തങ്കം, മക്കൾ ജ്യോതി, ഡോക്ടർ പ്രീതി, മായ, മരുമക്കൾ രാമസ്വാമി, അങ്ങനെ പോകുന്നു ആ വാർത്ത. സുഹൃത്തുക്കളെ, ഞാനിന്ന് വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ വിഷയമാണ്. ലാവലിൻ കേസിൽ പ്രതിയായിരുന്ന വൈദ്യുതി ബോർഡിലെ എഞ്ചിനീയറായിരുന്ന റിട്ടയർഡ് ചീഫ് എഞ്ചിനീയർ ആയിരുന്ന കസ്തൂരി രംഗ അയ്യർ അദ്ദേഹം അന്തരിച്ചു, മരിച്ചു. ദീർഘകാലം അദ്ദേഹം, എനിക്ക് തോന്നുന്നു 2014 മുതൽ, അല്ല 2017 മുതൽ അദ്ദേഹം ലാവലിൻ കേസിൽ പ്രതിയാണ്. 7 വർഷം പ്രതിയായി തുടർന്ന കസ്തൂരി രംഗ അയ്യർ പ്രതിയായി തന്നെ മരിച്ചു. അദ്ദേഹത്തിന് ഒരുപക്ഷെ പ്രതിയാവാതിരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല. ഒരുപക്ഷെ അദ്ദേഹം കുറ്റമുക്തനാക്കപ്പെട്ടിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് പ്രതിയാവാതെ മരിക്കാൻ കഴിയുമായിരുന്നു. 2017 പിണറായി വിജയൻ ഉൾപ്പെടെ 3 പ്രതികളെ വെറുതെ വിട്ട കേരള ഹൈക്കോടതി കസ്തൂരി രംഗ അയ്യരും R ശിവരാജനും KG രാജശേഖരൻ നായരും അടങ്ങുന്ന 3 പ്രതികൾ വിചാരണയ്ക്ക് വിധേയരാകണം എന്ന് പറഞ്ഞിരുന്നു. അതിലൊരാളായിരുന്നു കസ്തൂരി രംഗ അയ്യർ. 2017 ഒക്ടോബർ 10 2017 മറ്റോ തന്നെ പ്രതിസ്ഥാനത്ത് കുറ്റമുക്തനാക്കണം എന്ന് പറഞ്ഞുള്ള അദ്ദേഹത്തിൻ്റെ ഹർജി 7 വർഷക്കാലം സുപ്രീം കോടതിയിൽ തുടരുകയും 7 വർഷം കഴിഞ്ഞിട്ടും ആ കേസ് പരിഗണിക്കാഞ്ഞതിനെ തുടർന്ന് കസ്തൂരി രംഗ അയ്യർ പ്രതിയായി മരിക്കുകയും ചെയ്യുമ്പോൾ സുപ്രീം കോടതിയെ വിമർശിക്കണ്ടേ സുഹൃത്തുക്കളെ? നമ്മൾ സുപ്രീം കോടതിയെ വിമർശിക്കണ്ടേ? കാരണം ലാവലിൻ കേസിലെ പ്രതിയായിരുന്ന കസ്തൂരി രംഗ അയ്യർ പ്രതിയായി മരിക്കാൻ കാരണം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയല്ലേ? സുപ്രീം കോടതി കേസ് തീർപ്പാക്കിയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ കസ്തൂരി രംഗ അയ്യർ കുറ്റമുക്തരാകുമായിരുന്നില്ലേ? പക്ഷേ ആ കസ്തൂരി രംഗ അയ്യർ പ്രതിയായി തന്നെ മരിച്ചെങ്കിൽ അതിന് ഉത്തരവാദി സുപ്രീം കോടതിയല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കൂ. 2017 ഒക്ടോബർ 10 CBI പിണറായി വിജയനെ കുറ്റമുക്തനാക്കിയതിനെതിരെ കേസ് അപ്പീൽ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തു. ഏതാണ്ട് അതേ സമയത്ത് തന്നെ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള തങ്ങളെ കുറ്റമുക്തനാക്കണം എന്നുള്ള ഹർജിയും സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യപ്പെട്ടതാണ് സുഹൃത്തുക്കളെ. ആ കേസ് ഏതാണ്ട് 40 തവണയോളം സുപ്രീം കോടതി മാറ്റിവെച്ചു. എന്തിന്? സുപ്രീം കോടതി ഇനിയെങ്കിലും പറയാൻ ബാധ്യതയില്ലേ എന്നാണ് എൻ്റെ ചോദ്യം. സുപ്രീം കോടതിയിൽ തന്നെ രാഷ്ട്രീയ നേതാക്കന്മാർ പ്രതികളായിട്ടുള്ള കേസ് സമയബന്ധിതമായി തീർക്കണമെന്ന് പറഞ്ഞിട്ട് ഉത്തരവ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചിട്ടുള്ളതല്ലേ? സുപ്രീം കോടതി തന്നെ പുറപ്പെടുവിച്ചില്ല. എനിക്ക് തോന്നുന്നത് NV രമണ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സമയത്തോ അല്ലെങ്കിൽ DY ചന്ദ്രചൂഡ് കൂടെ ചേർന്നിട്ടാണ് ഇവർ രണ്ടുപേരുടെയും സമയത്താണെന്നാണ് എൻ്റെ ഓർമ്മ. MPമാരും MLA മാരും പ്രതികളായിട്ടുള്ള കേസിൽ ആ കേസുകൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് പറഞ്ഞ് വിധിന്യായം കൊണ്ടുവന്നിട്ടുള്ളതല്ലേ സുപ്രീം കോടതി? ആ സുപ്രീം കോടതി കഴിഞ്ഞ 6.5 വർഷക്കാലമായിട്ട് ഈ ലാവലിൻ കേസ് വാദത്തിന് എടുത്തിട്ടുണ്ടോ സുഹൃത്തുക്കളെ? എന്താണ് എടുക്കാത്തത് എന്ന് സുപ്രീം കോടതിക്ക് മറുപടി പറയാൻ ബാധ്യതയില്ലേ? ഓരോ കാരണം പറഞ്ഞ് കേസ് മാറ്റിവെക്കുകയാണ്. ഓരോ കാരണം പറഞ്ഞ് കേസ് മാറ്റിവെക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഉന്നതരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ, അഴിമതി ആരോപണത്തിന് വിധേയരായവർ, അവർ അൺസ്കേത്തഡായിട്ട് അവരൊരു പരിക്കുമേൽക്കാതെ അധികാര സ്ഥാനങ്ങളിൽ തുടരുന്ന അവസ്ഥയല്ലേ സുഹൃത്തുക്കളെ ഉണ്ടാകുന്നത്? എത്ര ചീഫ് ജസ്റ്റിസുമാരുടെ മുമ്പിൽ കൂടെ ഈ കേസ് പോയി? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ SA ബോബ്ഡെ, NV രമണ, അൽതാമാസ് കബീർ ഉണ്ടായിരുന്നാണ് എൻ്റെ ഓർമ്മ, UU ലളിത്, ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് DY. മിനിമം 5ഓ 6ഓ ചീഫ് ജസ്റ്റിസുമാരുടെ കയ്യിൽ കൂടെ ഈ കേസ് കടന്നുപോയില്ല. അവരാരും എന്തുകൊണ്ട് ഈ കേസ് കേൾക്കാൻ തയ്യാറായില്ല? DY ചന്ദ്രചൂഡ് ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നപ്പോഴത്തേക്കും എന്തുമാത്രം ആവേശം നമുക്കുണ്ടായതാണ്. എന്നിട്ട് അദ്ദേഹം 2 വർഷം തയ്ക്കാൻ പോകുന്നു. എന്നിട്ട് ഈ കേസ് കേട്ടിട്ടുണ്ടോ? ഈ കേസ് കേൾക്കാത്തത് കൊണ്ട് അഴിമതി ആരോപണ വിധേയനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി
ഒരു പരിക്കുമേൽക്കാതെ മുഖ്യമന്ത്രി പദത്തിൽ തുടരുകയല്ലേ സുഹൃത്തുക്കളെ? അതിൻ്റെ ഉത്തരവാദിത്വം സുപ്രീം കോടതിക്കില്ലേ? എന്ത് കാരണം പറഞ്ഞാണ് സുപ്രീം കോടതി ഇത് പിന്നെ വാദത്തിനെടുക്കാത്തത്? എന്ത് കാരണം പറഞ്ഞാണ് ഈ കേസ് നിരന്തരം മാറ്റിവെക്കാൻ CBI അനുവദിക്കുന്നത്? ഈ കേസ് അവസാനം വന്നപ്പോൾ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ സുർജയകാന്ത് മിശ്ര എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ ജഡ്ജിനോട് ദേവദത്ത് കാമത്ത് എന്ന് പറഞ്ഞ അഭിഭാഷകൻ ഇത് 30 പ്രാവശ്യമായി മാറ്റിവെച്ചു എന്ന് പറഞ്ഞപ്പോൾ ആ ജഡ്ജി വളരെ കാഷ്വലായിട്ട് പറഞ്ഞെന്നറിയോ, അത് വി ആർ വെരി ലിബറൽ ഇൻ ഗ്രാൻഡിങ് അഡ്ജേൺമെൻറ്റ്സ് എന്നാണ് പറഞ്ഞത്. എന്തോന്ന് ആലോചിച്ച് നോക്കും, എന്തുമാത്രം ചങ്ക് തുളയ്ക്കുന്നൊരു വാദമാണത്. പിണറായി വിജയനെ പോലൊരു വലിയ രാഷ്ട്രീയ നേതാവ് ഉൾപ്പെട്ട ഒരു അഴിമതി കേസിൽ ഞങ്ങൾ വളരെ ഉദാരമായി ആ കേസ് മാറ്റിവെച്ചുകൊണ്ടിരിക്കുകയാണെന്നൊരു സുപ്രീം കോടതി ജഡ്ജി പറയുമ്പോൾ സാധാരണക്കാരൻ പിന്നെ എവിടെ പോകും സുഹൃത്തുക്കളെ? സാധാരണക്കാരന് പിന്നെ എവിടെ പോകാൻ പറ്റും? സുപ്രീം കോടതി ജഡ്ജിമാരിങ്ങനെ പറയാൻ തുടങ്ങിയാൽ അവസാനം ഇപ്പോൾ എന്താ സംഭവിച്ചത്? അവസാനം ഈ കേസിലെ ഒരു പ്രതി, ആ പ്രതിക്ക് പ്രതിയായി തന്നെ ആ കേസ് കൈകാര്യം ചെയ്യാറുണ്ട്, പ്രതിയായി തന്നെ മരിക്കേണ്ടി വന്നെങ്കിൽ അതിൽ 1-ാം നമ്പർ പ്രതി ഇന്ത്യയിലെ സുപ്രീം കോടതിയല്ലേ സുഹൃത്തുക്കളെ ഞാൻ ചോദിക്കുന്നത്? ആ ഇലക്ട്രിസിറ്റി ബോർഡിലെ ചീഫ് എഞ്ചിനീയർ ആയിരുന്ന കസ്തൂരി രംഗ അയ്യർ പ്രതിസ്ഥാനത്തിരുന്നു കൊണ്ട് മരിച്ചെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വത്തിന് മറുപടി പറയാൻ സുപ്രീം കോടതി തയ്യാറാവണ്ടേ? കാരണം ഈ കേസ് സമയബന്ധിതമായി കേട്ടിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കസ്തൂരി രംഗർ ചിലപ്പോൾ കുറ്റമുക്തനാകുമായിരുന്നു എങ്കിൽ കുറ്റമുക്തനായി എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് മരിക്കാൻ കഴിയുമായിരുന്നില്ലേ? എന്നാൽ ഇപ്പോൾ സുപ്രീം കോടതിയുടെ അനാസ്ഥ കൊണ്ട് 7 വർഷക്കാലം ഈ കേസ് സുപ്രീം കോടതിയിൽ കിടന്ന് പ്രതിയായി തന്നെ കസ്തൂരി രംഗ അയ്യർ മരിച്ചിരിക്കുകയല്ലേ? എന്ത് പറയാൻ പറ്റും? കുറുന്തോട്ടിക്ക് വാദം പിടിച്ചാൽ നമുക്ക് എന്താ സുഹൃത്തുക്കളെ പറയാൻ പറ്റുന്നത്? സുപ്രീം കോടതിയുടെ അനാസ്ഥ കൊണ്ടല്ലേ കസ്തൂരി രംഗ അയ്യർ പ്രതിയായി മരിച്ചത്? അതിന് സുപ്രീം കോടതി മറുപടി പറയണ്ടേ? ഇപ്പം എന്നെപ്പോലെ ഒരു സാധാരണ പൗരൻ ഇത് പറയുന്നത് ബധിരകർണങ്ങളിലെ പതിക്കുമെന്ന് എനിക്കറിയാം. എന്നാലും ഒരു അഭിഭാഷകൻ എന്നുള്ളതിൽ എനിക്ക് പറയാതിരിക്കാൻ വയ്യ. എൻ്റെ മനോവ്യഥ എനിക്ക് അത്രയ്ക്കധികമുണ്ട് എന്നാണ്. ഒരു റിട്ടയർഡ് ചീഫ് എഞ്ചിനീയർ പ്രതിയായി മരിക്കുന്നു. എന്നാൽ ഈ കേസിൽ ആരോപണ വിധേയനായിട്ടുള്ള പിണറായി വിജയൻ ഒരു പരിക്കുമേൽക്കാതെ പിന്നെ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുന്നു. കേസുകൾ ഇങ്ങനെ മാറ്റിവെച്ചുകൊണ്ടേയിരിക്കുന്നു. അവസാനം വന്നപ്പോൾ സുർജയകാന്ത് എന്ന് പറഞ്ഞ ന്യായാധിപൻ പറഞ്ഞെന്നറിയോ, ജൂൺ 1-ന് കേസ് വെക്കാമെന്നാണ് പറഞ്ഞത്. അവസാനം CBIയുടെ നിർബന്ധം കൊണ്ടാണ് മെയ്യിലേക്ക് മാറ്റിവെച്ചതെന്നാണ് പറയുന്നത്. മെയ് 1-ന് ഈ കേസ് പരിഗണിക്കുമോ സുഹൃത്തുക്കളെ ഞാൻ ചോദിക്കട്ടെ? കാരണം മെയ്യിലെ ഇലക്ഷനല്ലേ, ഈ കേസ് പിന്നെ മാറിപ്പോവുകയല്ലേ ഉള്ളൂ. അപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ നിലയിലേക്ക് മാറിയാൽ എവിടെ പോകും സാധാരണക്കാരനെന്ന് പറയാനുള്ള ഉത്തരവാദിത്തവും ബാധ്യതയും സുപ്രീം കോടതിക്കുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ ലാവ്ലിൻ കേസിലെ പ്രതിയായിട്ടുള്ള കസ്തൂരി രംഗ അയ്യർ പ്രതിയായി മരിച്ചതിൽ 1-ാം പ്രതി ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതിയാണെന്നും സുപ്രീം കോടതിയുടെ അനാസ്ഥയാണെന്നും ഈ ലാവ്ലിൻ കേസ് ഇത്രയും കൂടുതൽ കാലം മാറ്റിവെച്ചതുകൊണ്ടാണ് കസ്തൂരി രംഗ അയ്യർ പ്രതിയായി തന്നെ മരിക്കേണ്ടി വന്നത് എന്നുമാണ് എനിക്ക് പറയാനുള്ളത്. ഈ കേസ് സമയബന്ധിതമായി തീർത്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ കേസിൽ പ്രതിസ്ഥാനത്ത് വരുമായിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്നെ വിചാരണ നേരിടേണ്ടി വരുമായിരുന്നു. പക്ഷേ പിണറായി വിജയൻ ഒന്നും സംഭവിക്കുന്നില്ല. താഴെത്തട്ടിലെ ഒരു ചെറിയ ഉദ്യോഗസ്ഥനായിട്ടുള്ള കസ്തൂരി രംഗ അയ്യർ 7 വർഷക്കാലം പ്രതിയായി തുടരുന്നു. അദ്ദേഹം മരിക്കുന്നു. അതുകൊണ്ട് സുപ്രീം കോടതിയാണ് ഇതിനകത്തെ പ്രതി. സുപ്രീം കോടതിയുടെ ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള DY ചന്ദ്രചൂഡ് ഈ വിഷയം വളരെ ഗൗരവമായി പരിഗണിക്കണം, തെറ്റ് അംഗീകരിക്കണം എന്നാണ് എനിക്ക് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ശ്രീമാൻ DY ചന്ദ്രചൂഡിനോട് ഒരു സാധാരണ അഭിഭാഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.